പരാജയഭീതിയിൽ UDF സ്വീകരിക്കുന്നത് അപകടകരമായ കൂട്ടുകെട്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ UDFിലെ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കണം. നിലമ്പൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ഇതിന് മറുപടി നൽകുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. UDFും ജമാഅത്തെ ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ UDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പോൾ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട UDF എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിലെയും നിലമ്പൂരിലെയും വോട്ടർമാർ ശരിയായ രീതിയിൽ തിരിച്ചറിയും. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല, മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഷമി പ്രഭാകർ കൂടി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. ഷമി, എന്താണ് CPMന്റെ നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകെട്ട് നടത്തുന്നതിൽ? ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള UDFിൻ്റെ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വിശദമായി തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇന്നലെ VD സതീശൻ പറഞ്ഞത് അവരുടെ നിലപാടിലൊക്കെ മാറ്റം വന്നു എന്നുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്താകമാനം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചത്. അവർക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന നിലപാട്, വേറൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു നിലപാടൊന്നുമില്ല. അവരുടെ ലക്ഷ്യം ആത്യന്തികമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും മറ്റൊരു രാജ്യത്തായാലും അവരുടെ നിലപാട് അത് തന്നെയാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചത്. അത്തരമൊരു സംഘടനയുടെ പിന്തുണ UDFിന് നിലമ്പൂരിൽ സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളത് അവരുടെ തോൽവിയെക്കുറിച്ചുള്ള അവരുടെ വല്ലാത്ത ഭീതി കൊണ്ടാണ് എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ UDFിലെ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കണം. അവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പരസ്യമായി പറയാൻ അവർ തയ്യാറാകണം എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ മതനിരപേക്ഷ അടിത്തറയുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും വർഗീയമായ നിലപാട് അവർ കൃത്യമായി മനസ്സിലാക്കും എന്നുള്ളത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്നലെയും ജമാഅത്ത് ഇസ്ലാമിയുമായി CPIMന് കൂട്ടുകെട്ടില്ല, ഇന്നുമില്ല, നാളെയുമില്ല. അതിൻ്റെ അകത്ത് ഒരു സംശയവും ആർക്കും വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് ഒരു ഭാഗത്ത് സംഘപരിവാർ ആണെങ്കിലും ഇപ്പുറത്ത് ജമാഅത്ത് പോലുള്ള ന്യൂനപക്ഷ വർഗീയ സംഘടനകൾ ആണെങ്കിലും അത് സംസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ ഫാബ്രിക്കിന് വലിയ തോതിലുള്ള കോട്ടം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിയും CPIMും ഇത്തരം സംഘടനകളുമായി, വർഗീയമായ നിലപാടെടുക്കുന്ന സംഘടനകളുമായി യാതൊരു തലത്തിലും കൂട്ടുകൂടില്ല. അവരുമായി ഒരു സഹകരണവും, രാഷ്ട്രീയമായ ഒരു സഹകരണവും ഇടതുപക്ഷത്തിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ശരി, ഷമി പ്രഭാകറാണ് ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ നിലപാട് വിശദീകരിച്ചതിൻ്റെ വിശദാംശങ്ങളെല്ലാം പങ്കുവച്ചത്.